പാർട്ടി അംഗത്വം പുതുക്കാതെ മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ. പാർട്ടി നേതൃത്വവുമായുള്ള ഭിന്നത തുറന്നു പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ജി സുധാകരൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിൽ ആലപ്പുഴ DCCയുടെ കീഴിലുള്ള ബ്രാഞ്ച് അംഗമാണ് ജി സുധാകരൻ. 43 വർഷത്തെ സംസ്ഥാന കമ്മിറ്റി അംഗത്വത്തിന് ശേഷം ബ്രാഞ്ചിൽ വന്ന് പ്രവർത്തിച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒരു തവണ പോലും ജില്ലാ സെക്രട്ടറി അന്വേഷിച്ചില്ലെന്ന് ജി സുധാകരൻ തുറന്നടിച്ചു. കേരള സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ആദ്യ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ച് അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസവും ലോക്കപ്പ് മർദ്ദനവും ഏൽക്കേണ്ടി വന്ന മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരനാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി മുതൽ ലോക്കൽ കമ്മിറ്റി അംഗത്തിൽ നിന്ന് വരെയുള്ള അവഹേളനം ഏറ്റുവാങ്ങി പാർട്ടിയിൽ നിന്ന് സ്വയം പുറത്തേക്ക് പോകേണ്ടി വരുന്നത്. അഴിമതിയുടെ കറപുരുളാത്തപ്പോൾ തന്നെ കർക്കശക്കാരനും കാര്യപ്രാപ്തിയോടെ ഉത്തരവാദിത്തം നടപ്പാക്കുന്ന ജനപ്രതിയും സംഘാടകനും മന്ത്രിയുമായാണ് ജി സുധാകരനെ പൊതുസമൂഹം വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് സംസ്ഥാന സെക്രട്ടറിയുടെയും ജില്ലാ സെക്രട്ടറിയുടെയും അടക്കം അവഹേളനങ്ങൾ ചൂണ്ടിക്കാട്ടി താൻ പാർട്ടി അംഗത്വം പുതുക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയത്. കഴിഞ്ഞ 5 വർഷമായി നേരിടുന്ന അവഗണനകളും അവഹേളനങ്ങളും ഫേസ്ബുക്ക് കുറിപ്പിൽ സുധാകരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കെയുള്ള സുധാകരൻ്റെ നീക്കം പാർട്ടിയെയും മുന്നണിയെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഇതേസമയം സുധാകരനെ അനുനയിപ്പിക്കുമോ, അനുനയ ശ്രമം നടത്തിയെന്ന് വരുത്തി തീർത്ത് പുറത്തു പോയിക്കോട്ടെ എന്ന് തീരുമാനിക്കൂ എന്നതാണ് നോക്കിക്കാണേണ്ടത്. എന്നാൽ സുധാകരൻ്റെ രാഷ്ട്രീയ നീക്കം എന്തെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. ഇതേസമയം സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യത കണക്കാക്കുന്നുണ്ടെങ്കിലും ഏതു മണ്ഡലത്തിൽ നിന്നെന്ന് വ്യക്തമല്ല. വരുന്ന 7-ന് ജില്ലയിലെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സുധാകരനെ അനുനയിപ്പിക്കാൻ എത്തുമോ എന്നതും കണ്ടറിയേണ്ടതാണ്. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.